നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 24,800 എന്നുള്ള ഒരു ലെവല് കൈവിട്ടുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ്. മറ്റു പ്രധാനപ്പെട്ട സെക്ടേഴ്സിലൊക്കെ സെല്ലിംഗ് പ്രഷർ ഇപ്പോഴും തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയാണോ? എങ്ങനെയാണ് അപ്ഡേറ്റ്സ്? ജാസ്മിൻ, മാർക്കറ്റ് പൊതുവെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു ഇടിവ് തന്നെയാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉണ്ടാകുന്നത്. 24,802 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോഴും 38 കമ്പനികൾ ഇടിവിൽ തന്നെ നിൽക്കുന്നു. 12 കമ്പനികൾക്ക് മാത്രമാണ് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവ് നിഫ്റ്റി ബാങ്കിങ് സൂചികയും കാഴ്ചവെക്കുന്നു. 54,668 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിങ് സൂചിക ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കുന്നത്. നിലവിൽ ഇപ്പോൾ 11 ബാങ്കിങ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ഒരു ബാങ്കിങ് ഓഹരിക്ക് മാത്രമാണ് നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. നിലവിലെ ഒരു നിഫ്റ്റി 50 കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഏകദേശം 2% മുകളിലേക്കുള്ള ഒരു നേട്ടത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ലാസൻ ആൻഡ് ടൂബ്രോ പരിശോധിക്കുകയാണെങ്കിലും 1.25% മുകളിലുള്ളൊരു നേട്ടം. വെലാൻറ്റിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ മോത്തിലാൽ ഒസ്വാളിൽ നിന്നടക്കമുള്ള ബൈ റേറ്റിംഗ് ലഭിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ഏഷ്യ മോട്ടോഴ്സ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.25%ഉള്ളൊരു നേട്ടമുണ്ടാക്കുന്നു. അദാനി എൻ്റർപ്രൈസസിനും ഇന്നൊരു മികച്ച ദിനമായിട്ട് മാറുന്നുണ്ട്. ഏകദേശം 1% ഉള്ളൊരു നേട്ടം അദാനി എൻ്റർപ്രൈസസും രേഖപ്പെടുത്തുമ്പോൾ ഇടിവിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവുണ്ടാകുന്നു. ഏകദേശം ഒരു 1.25% മുകളിലുള്ളൊരു ഇടിവ് സൺഫാർമ രേഖപ്പെടുന്നു. എന്നാൽ ഒരു പ്രീ മാർക്കറ്റിൽ കണ്ടിരുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ കണ്ടിരുന്ന ആ ഒരു ഇടിവ് സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല. ഒരു റിക്കവറി സൺഫാർമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ സിപ്ല പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവ് മാത്രമാണ് സിപ്ലയിലും ഉണ്ടാകുന്നത്. കൂടാതെ IT ഓഹരിയായിട്ടുള്ള ഇൻഫോസിസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.25% ഇടിവുണ്ടാകുന്നു. ടെക് മഹീന്ദ്ര നോക്കുകയാണെങ്കിലും 1% മുകളിലുള്ളൊരു ഇടിവ് ടെക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുന്നതായിട്ടാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചികയിലേക്ക് കടക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ചിടത്തോളം ഒരു 0.5% മുകളിലുള്ളൊരു ഇടിവ് ഉണ്ടാകുന്നു. ഏകദേശം 330 പോയിന്റുകളുടെ ഒരു നഷ്ടം രേഖപ്പെടുത്തുന്ന ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഓഹരികളുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് അതിൻ്റെ ഒരു മികച്ച പെർഫോമൻസ് ഇപ്പോഴും തുടരുന്നു. ഏകദേശം 1.25% മുകളിലുള്ളൊരു നേട്ടം AU സ്മോൾ ഫിനാൻസ് ബാങ്ക് രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഒരു വലിയൊരു ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഏകദേശം 1.25% മുകളിലുള്ളൊരു ഇടിവ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് നോക്കുകയാണെങ്കിലും 1.5% ഇടിവുണ്ടാകുന്നു. സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി ഫാർമയിലെ ഇടിവ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. ഏകദേശം 1.5% എന്നൊരു നിരക്കിലേക്ക് 1.38% എന്നാണ് നിലവിലെ ഒരു കറന്റ് സ്റ്റാറ്റസ് ആയിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിഫ്റ്റി IT പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5% ഉള്ളൊരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി എനർജി പരിശോധിക്കുമ്പോഴും FMCG പരിശോധിക്കുമ്പോഴും ഇൻ ജനറൽ സൂചികളൊക്കെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോഴും നിഫ്റ്റി ഓട്ടോയ്ക്ക് മാത്രമാണ് ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 0.5% ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ നിഫ്റ്റി ഓട്ടോ സൂചികയ്ക്ക് സാധിക്കുന്നു. 26,803 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സ് ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. കൂടാതെ അശോക് ലേലൻഡ് പരിശോധിക്കുമ്പോൾ 1.25% മുകളിലുള്ളൊരു നേട്ടം. എക്സൈഡ് ഇൻഡസ്ട്രീസിലേക്ക് കടക്കുകയാണെങ്കിലും 1.25% ഉള്ളൊരു നേട്ടം ഉണ്ടാകുമ്പോൾ അപ്പോളോ ടയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. ഏകദേശം 1.25% ഒരു ഇടിവ് അപ്പോളോ ടയേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. നിലവിൽ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നൊമോറ നിലവിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിന് അഥവാ HALന് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 6,100 രൂപയാണ് നിലവിൽ ഇപ്പോൾ നൊമോറ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 4,803 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് HALൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഒരു റോബസ്റ്റ് ആയിട്ട് ഗ്രോത്ത് കാഴ്ചവെക്കുന്ന ഒരു ഓർഡർ ബുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നൊരു വ്യൂ ആണ് നൊമോറ പങ്കുവച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വർഷത്തിന് തന്നെ 2ാം പാദത്തിലേക്ക് കടക്കുന്നതുകൂടി തന്നെ കമ്പനിയുടെ ഒരു ഓർഡർ ബുക്ക് 2.45 ലക്ഷം കോടി രൂപയായിട്ട് വർദ്ധിക്കും എന്ന നിലവിൽ നൊമോറ ഇപ്പോൾ വിലയിരുത്തുന്നു. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ GE എൻജിൻസ് ഒക്കെ തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് HAL തുടങ്ങിയിരിക്കുന്നു. ഇതും കമ്പനിയുടെ റവന്യൂവിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പുചാട്ടത്തിനുള്ള ഒരു സാധ്യതയാണ്. കൂടാതെ ഗവൺമെൻറ്റിൽ നിന്നും നിലവിൽ ലഭിച്ചിരിക്കുന്ന ഓർഡറുകളൊക്കെ തന്നെ വലിയൊരു റവന്യൂ പൊട്ടൻഷ്യൽ തന്നെ കമ്പനിക്ക് തുറന്നു നൽകിയിരിക്കുന്നു എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ ആണ് നിലയിൽ ഇപ്പോൾ നൊമോറ HALനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്.
എന്നൊരു വാർത്ത കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിലവിൽ വിപണിയുടെ ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഏകദേശം ഒരു 0.5%ഉള്ളൊരു ഇടിവുണ്ടാക്കുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇടിവ് ഏകദേശം 0.5% മുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ജാസ്മിൻ.